ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന പാഠം ലോഹങ്ങൾ എന്നതാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു വസ്തു ലോഹനിർമ്മിതമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതാണ്. അതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതായത് ഒരു വസ്തു എടുത്തിട്ട് അതിൻ്റെ കാഠിന്യം ചൂടാക്കി നോക്കാം, ഉരച്ചു നോക്കാം, തട്ടി നോക്കാം, വൈദ്യുതി കടത്തി വിട്ട് നോക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകതരം സവിശേഷതകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ലോഹനിർമ്മിതമായൊരു വസ്തു എന്ന് പറയാം. ആദ്യം തന്നെ കാഠിന്യം അത് നോക്കുമ്പോൾ കാഠിന്യം കൂടിയ വസ്തുക്കളുണ്ടാകാം, കാഠിന്യം കുറഞ്ഞ വസ്തുക്കളുണ്ടാകാം. അങ്ങനെയുള്ളതിനെ നമുക്ക് ലോഹങ്ങളെന്ന് പറയാം. കാഠിന്യം പൊതുവെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ലോഹങ്ങളെന്ന് പറയാം. പിന്നെ ചൂടാക്കി നോക്കാം. ചൂടാക്കി നോക്കുമ്പോൾ അത് താപത്തെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അതൊരു ലോഹനിർമ്മിതമായ വസ്തുവാണ്. ഉരച്ചു നോക്കാം നമുക്ക്. പിന്നെ നമുക്ക് തട്ടി നോക്കാം. തട്ടി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിന് ശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ലോഹനിർമ്മിതമായ വസ്തുവാണെന്ന് പറയാം. പിന്നെ നമ്മൾ നോക്കുന്നത് വൈദ്യുതി കടത്തിവിട്ട് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ചൂടാക്കി നോക്കുമ്പോൾ താപത്തെ കടത്തിവിടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോഹനിർമ്മിതമായ വസ്തുവാണെന്ന് പറയാം. പിന്നെ പറയുന്നത് വൈദ്യുതി കടത്തിവിടാൻ സാധിക്കുന്നുണ്ടെങ്കിലും അത് ഒരു ലോഹനിർമ്മിതമായ വസ്തുവാണെന്ന് പറയാം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകളാണ്. അതിൽ പറയുന്നത് ഒന്ന് മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, കാഠിന്യം, ലോഹദ്യുതി, താപചാലകത, വൈദ്യുതി ചാലകത, സൊണോരിറ്റി. അതിലാദ്യം പറയുന്നത് മാലിബിലിറ്റിയാണ്. മാലിബിലിറ്റി എന്ന് വെച്ചാൽ ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷതയാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ സ്വർണം എടുത്തു നോക്കാം. സ്വർണത്തെ നമുക്ക് അടിച്ച് പരത്തി ഏത് തരത്തിലുള്ള ഏത് ഡിസൈനിലുള്ള നമ്മൾ ഇടുന്ന ഓർണമെൻറ്റ്സ് പോലെ ആക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഈ സവിശേഷത ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹമാണ് സ്വർണം എന്നത്. അതിന് ഉദാഹരണം പോലെ കാണിച്ചേക്കുന്നതാണിത്. ഇത് ഗോൾഡ് ഫോയിൽ, പിന്നെ അലുമിനിയം ഷീറ്റും കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു വളരെ കനം കുറഞ്ഞ ആ ഒരു സ്ട്രക്ചർ, ആ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് മാലിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. ലോഹങ്ങളിൽ ഏറ്റവും നന്നായി ഡക്റ്റിലിറ്റി കാണിക്കുന്നത് പ്ലാറ്റിനമാണ്. അതിന് ഉദാഹരണം കാണിച്ചിരിക്കുന്നതാണ് ഇത്. നമ്മുടെ ബൾബിലെ ഫിലമെൻറ്റിലുള്ളതും അതുപോലെ തന്നെ കോപ്പർ വയറും. പിന്നെ പറയുന്നു കാഠിന്യം. ഞാൻ നേരത്തെ പറഞ്ഞു കാഠിന്യം കൂടിയ ലോഹങ്ങളുമുണ്ട്, കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളുമുണ്ട്. കാഠിന്യം കൂടിയതിന് എക്സാമ്പിൾ കോപ്പർ, അലുമിനിയം, ഇരുമ്പ്. പിന്നെ കാഠിന്യം കുറഞ്ഞ ലോഹങ്ങൾക്ക് സോഡിയം, ഗാലിയം, സീസിയം. അടുത്തത് ലോഹദ്യുതി. ലോഹദ്യുതി എന്നത് ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമുള്ളതായിരിക്കും. ഈ സവിശേഷതയാണ് നമ്മൾ ലോഹദ്യുതി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് സോഡിയം എടുക്കാം. പിന്നെ ഇത് സോഡിയം മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവിടെ ഒരു തിളക്കം കാണും. ആ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോഹദ്യുതി എന്ന് പറയുന്നത്. പിന്നെ താപചാലകത. ലോഹങ്ങൾ താപചാലകങ്ങളാണ്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ്. അതിന് എക്സാമ്പിൾ നമ്മുടെ കിച്ചണിൽ, അടുക്കളകളിലൊക്കെ ഭക്ഷണം പാകം വയ്ക്കുന്നതാണ് എക്സാമ്പിൾ. വൈദ്യുതി ചാലകത എന്ന് വെച്ചാൽ എല്ലാ ലോഹങ്ങളും വൈദ്യുതി ചാലകങ്ങളാണ്. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തി വിടാനുള്ള കഴിവാണ് വൈദ്യുതി ചാലകത. ലോഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച വൈദ്യുതി ചാലകം വെള്ളിയാണ്. അതിന് എക്സാമ്പിളാണ് നമുക്ക് കരണ്ട് കമ്പി, നമുക്ക് ചുറ്റുപാട് കാണാൻ കഴിയും. പിന്നെ പറയുന്നത് സൊണോരിറ്റി. സൊണോരിറ്റി എന്ന് വെച്ചാൽ കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ സൊണോരിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ മണി, പിന്നെ നമ്മൾ ഇലത്താളം. ഇത് രണ്ടും എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആദ്യം പഠിച്ചത് ഒരു വസ്തു നമുക്ക് ലഭിച്ചാൽ അത് ലോഹനിർമ്മിതമാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കുക. കാഠിന്യം, വൈദ്യുതി കടത്തിവിടാൻ കഴിയുന്നുണ്ടോ, താപം കടത്തിവിടാൻ കഴിയുന്നുണ്ടോ, പിന്നെ സൊണോരിറ്റി, അങ്ങനെ ചില സവിശേഷതകളുണ്ടെങ്കിൽ അതൊരു ലോഹനിർമ്മിതമായ വസ്തുവാണെന്ന് പറയാം. പിന്നെ നമ്മൾ പഠിച്ചത് ഒരു ലോഹത്തിൻ്റെ പൊതുവായ കുറച്ച് പ്രോപ്പർട്ടീസ്: മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോരിറ്റി, വൈദ്യുതി ചാലകത, താപചാലകത, ഇത്തരം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്.